أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وملاذنا محمد. طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وروح الأرواح وريحانها وسر الأسرار ومكنونها وعلى آله وصحبه وسلم. അൽഹംദുലില്ലാ. ലൈവിൽ ഒരാളാണ് വന്നത്. ആരാണ് വന്ന ആൾ കമൻറ്റ് ചെയ്യാമോ? ആദ്യമായിട്ട് വന്ന ആരാ നോക്കട്ടെ. മാഷാ അല്ലാ, മാഷാ അല്ലാ, തബാറക റഹ്മാൻ. അൽഹംദുലില്ലാ, ലൈവിൽ ഒരാളാണ് വന്നത്. മാഷാ അല്ലാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാഫി സാഹിബ്, മാഷാ അല്ലാ. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി ഉസ്താദ് കൊല്ലം, ഖാദിസിയുടെ ശില്പി, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തെക്കൻ കേരളത്തിലെ അജയ്യമായ നേതൃത്വം. നമ്മളിവിടെ നിന്ന് കിഡ്സ് അസംബ്ലി നടക്കുന്ന ഉസ്താദ്, നമുക്ക് രണ്ടു വാക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉപകാരമല്ല. അൽഹംദുലില്ലാ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീന മുനവ്വറയിൽ തലഅൽ ബദ്റു ചൊല്ലി അന്നത്തെ യസ്രിബിനെ മദീനയാക്കി പരിവർത്തനം ചെയ്ത ചരിത്രത്തിന്റെ നിമിഷം 1500-ാം ജന്മദിനമാകുന്ന ഈ റബീഉൽ അവ്വലിൽ നമ്മുടെ പ്രിയപ്പെട്ട കുരുന്നുമക്കൾ 1500 നമ്മൾ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാ, രജിസ്ട്രേഷൻ അതിനേക്കാളൊക്കെ അപ്പുറമായി ആ കുരുന്നുമക്കൾ ഇവിടെ വന്ന് തലഅൽ ബദ്റു ചൊല്ലി അന്നത്തെ മദീനയുടെ രംഗം ആവർത്തിക്കുന്നു. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും എത്തിച്ചേരുക. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ, ബാറക്കല്ലാഹു ഫീക്കും മൗലാനൽ കരീം ഉസ്താദ് അൽ അസീസ് അൽ ഗാലി. അൽഹംദുലില്ലാ. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ലൈവിൽ വന്നതാണ്. ഒരുപാട് സിയാദ് മുസ്തഫ, മാഷാ അല്ലാ, മർഹബ, മുഹമ്മദ് കീപി, എന്താണ് അലി മുഹമ്മദ് മർഹബ, സാന്തനം പുന്നക്കാട്, മാഷാ അല്ലാ, മാഷാ അല്ലാ, മർഹബ മർഹബ. നമ്മളിതാ ഇപ്പോൾ നോക്ക്, ഇവിടെ ഇന്ന് കിഡ്സ് അസംബ്ലി നടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഈ കാണുന്ന ഖാദിസിയുടെ മസ്ജിദാണ്, മനോഹരമായ ഖാദിസിയ മസ്ജിദ്. മാഷാ അല്ലാ, നിങ്ങൾ കാണണ്ടോ? അൽഹംദുലില്ലാ സഹോദരങ്ങളെ. അപ്പോൾ ഇവിടെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാഷാ അല്ലാ. ഈ കിഡ്സ് അസംബ്ലിക്ക് 1500-ാമത് ജന്മദിന വസന്തമാണല്ലോ. അപ്പോൾ 1500-ാമത് ജന്മദിന വസന്തമായപ്പോൾ 1500-ാമത് നമ്മളിപ്പോൾ പ്രചരണത്തിന് വേണ്ടി പോകാൻ പോവാണ്. അതിന് വാഹനം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് നമ്മളെ കിഡ്സ് അസംബ്ലി ആരംഭിക്കുന്നത്. നിങ്ങൾ വൈറ്റ് ഡ്രസ്സ് ഇട്ട് രജിസ്റ്റർ ചെയ്ത ആളുകൾ ഒത്തിരി ഉണ്ട്. ഇനി അഥവാ വൈറ്റ് രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർക്കും വരാം. മർഹബൻ അഹ്ലൻ ബിക്കും. പുന്നാര നബി തങ്ങളുടെ 1500-ാമത് ജന്മദിന വസന്തത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തുന്ന കിഡ്സ് അസംബ്ലി 1500 കുട്ടികൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. ആ ഗ്രൗണ്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ട് നമ്മുടെ ഖാദിസിയുടെ ശരീരത്തോടെ കുട്ടികളും മറ്റുമൊക്കെ ആയിട്ട് ഗ്രൗണ്ടിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, അപ്പോൾ ഈ കിഡ്സ് അസംബ്ലി നൗഫൽ അസ്ലമി എന്താ അയ്യോ അല്ല, നമ്മളിവിടെ ഇത് തയ്യാറെടുത്തോണ്ടിരിക്കുകയല്ലേ. വണ്ടി അങ്ങോട്ട് കയറ്റിയത് മാഞ്ഞു പോയാലോ? ആ കുട്ടികൾ നിൽക്കേണ്ട സ്ഥലം ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ വണ്ടി കയറ്റാൻ വേണ്ടിയുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം മാഷാ അല്ലാ. നമ്മളിതാ പ്രചരണത്തിന് വേണ്ടി പോകാൻ വേണ്ടി പോവാണ്. ബേക്കൽ പഴയ SSFന്റെ പ്രസിഡന്റൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുകയാണ്. മാഷാ അല്ലാ. ഖാദിസിയ മനോഹരമായ പള്ളിയാണെന്നുണ്ടോ? അങ്ങ് ദൂരെ സെൻട്രൽ ഓഫീസ് കാണുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 1500-ാമത് ജന്മദിന വസന്തത്തോടനുബന്ധിച്ച് ഇന്ന് ഞായറാഴ്ച 3 മണിക്ക് ഖാദിസിയ ക്യാമ്പസിൽ വെച്ച് മഹത്തായ കിഡ്സ് അസംബ്ലി നടക്കുകയാണ്. ഒരുപാട് ആളുകൾ പിന്നെയും വന്നു. CK മാലി തൂത്ത, സദീർ വിളഭാഗം, ഷമീർ പാതിരാമണ്ണ, സിയാദ് മുസ്തഫ, സാബിത്ത് സത്താർ, ജാഫർ AK, സിയാദ് മുസ്തഫ, അലി മുഹമ്മദ്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരപേക്ഷയുണ്ട്. നമുക്ക് ഇന്ന് നടക്കുന്ന സീറത്തുൻ നബി, ആദരണീയരായ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി ഉസ്താദാണ് നമ്മളോട് ആദ്യം സംസാരിച്ചത്. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് ഐനി അൽ ബുഖാരി ഉസ്താദിന്റെ ത്വയ്ബ സെന്ററുമായി ബന്ധപ്പെട്ട് സീറത്തുൻ നബി കോൺഫറൻസ്, ഇന്റർനാഷണൽ കോൺഫറൻസ്, 12 രാജ്യങ്ങളിൽ നിന്ന് 12 ഗസ്റ്റുകൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ആളുകളാണ് അവർ. അപ്പോൾ അങ്ങനെ അവരൊക്കെ സംബന്ധിക്കുന്ന സീറത്തുൻ നബിയോടനുബന്ധിച്ച് നടത്തുന്ന ഒരു കിഡ്സ് അസംബ്ലിയാണ്. ആ കിഡ്സ് അസംബ്ലി ഇന്ന് നടക്കുന്ന ഗ്രൗണ്ടാണ്. അതിന്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ ഈ കിഡ്സ് അസംബ്ലി 3 മണിക്കാണ്, വൈകുന്നേരം 3 മണി മുതൽ ആരംഭിക്കും ഇൻഷാ അല്ലാ.
അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയുമായിട്ട് ഖാദിസിയ അങ്കണത്തിലേക്ക് വരിക. ഹാർദമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷംസുദ്ദീൻ മടപ്പള്ളി, ഇർഷാദ് അബ്ദുൾ റഷീദ്, സിയ സാബിത്ത് സത്താർ, അങ്ങനെ ഒരുപാട് പേര് ലൈവ് വന്നു. മാഷാ അല്ലാഹ്, നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. എൻ്റെ ലൈവ് കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സീറത്തു നബി അന്താരാഷ്ട്ര കോൺഫറൻസ് കൊല്ലം ഖാദിസിയ ത്വയ്ബ സെന്റർ ഈ വരുന്ന ഓഗസ്റ്റ് 30, 31 തീയതികളിൽ നടക്കുന്നു. വളരെ പ്രധാനമായി പറയാനുള്ള മറ്റൊരു കാര്യം, 21-ാം തീയതി ആദരണീയരായ ഫാറൂഖിന് 29-ാം തീയതി ഫാറൂഖിന് അഴിമി ഉസ്താദിന്റെ ഹിജറ എക്സ്പെഡിഷൻ എന്ന പ്രോഗ്രാം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയ വഴിയിലൂടെ പുന്നാര നബിതങ്ങളെ ഓർത്ത് വളരെ സമർത്ഥരായ ഗവേഷകർക്കൊപ്പം ഉസ്താദ് മുഹമ്മദ് ഫാറൂഖിന് അഴിമിൽ ബുഖാരി അവർ സഞ്ചരിച്ച ഹിജറ എക്സ്പെഡിഷൻ, അതൊക്കെ 29-ാം തീയതി ഖാദിസിയയിൽ വെച്ച് നടക്കും. നിങ്ങളെ അതിലേക്കൊക്കെ ക്ഷണിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഈ സന്ദേശം കിട്ടിയ ആളുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ഒക്കെ എഴുതിയാൽ ഇത് കുറെ ആളുകളിലേക്ക് എത്തും. നമുക്ക് അതേ ഉദ്ദേശമുള്ളൂ, അല്ലാതെ ഒരു ഒരു പബ്ലിക് റീച്ച് കിട്ടുക എന്നുള്ളതല്ല. നമ്മളെ പ്രോഗ്രാമിന് ഒരു റീച്ച് കിട്ടുക, അതിനൊരു പബ്ലിസിറ്റി കിട്ടുക, അതിന് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാണ്. അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ. ഇനി നമ്മൾ പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകാൻ പോവാണ്. വണ്ടി വന്ന് റെഡിയായി നിൽപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഞാൻ പ്രചരണ പരിപാടിക്ക് വേണ്ടി പോവാണ്. ഇന്ന് നമ്മുടെ കൊട്ടിയം, പള്ളിമുക്ക്, മൈലക്കാട്, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്കാണ് പോവുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ദ്വാരക്കുക. നമ്മുടെ പ്രോഗ്രാം അതിഗംഭീരമാവേണ്ടതുണ്ട്. അതായത് 1500-ാമത് ജന്മദിന വസന്തത്തോടനുബന്ധിച്ച് 1500 കുരുന്നുകൾ من ثنيات الوداع وجب الشكر علينا ما دعا لله داع. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് ചൊല്ലി ത്വലാൽ ബദറു, മദീനയിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് പോവാം. നമുക്ക് നമ്മൾ പോയാൽ അവർ പിറകെ വന്നു ഇൻഷാ അല്ലാഹ്. കൊട്ടിയം ഭാഗത്തേക്ക് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ അവിടുത്തെ സ്വീകരിച്ചുകൊണ്ട് അൻസാരികളായ സഹാബിമാർ പാടിയ പാട്ടാണ്. നമ്മൾ പല ആളുകൾ ചോദിക്കാറുണ്ട്. മാഷാ അല്ലാഹ്, കുറെ ആളുകൾ കൂടെ വന്നിട്ടുണ്ട്. മാഹിൻ നാസർ വന്നിട്ടുണ്ട്, ഷാനവാസ് ഷാനു, അസീസ് MT, സിയാദ് മുസ്തഫ, ഇർഷാദ് അബ്ദുൾ റഷീദ്. എല്ലാവരും ഈ സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് കൈമാറണേ. ഇന്ന് സീറത്തു നബി ഡോക്ടർ ഫാറൂഖിന് അഴിമി ബുഖാരി ഉസ്താദിന്റെ സീറത്തു നബി അന്താരാഷ്ട്ര കോൺഫറൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബൃഹത്തായ കിഡ്സ് അസംബ്ലി, മെഗാ കിഡ്സ് അസംബ്ലി, മാസ് കിഡ്സ് അസംബ്ലി, ആ അസംബ്ലി ഇന്ന് നടക്കും. അപ്പൊ ആ സന്ദേശം എല്ലാവരിലേക്കും എത്തട്ടെ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ മഹത്തായ സന്ദേശം. നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഭൂജാതനായി നമുക്ക് ഈ മഹത്തായ സന്ദേശം, അള്ളാഹുവിനെ പറ്റിയുള്ള സന്ദേശം നമുക്ക് തന്നിട്ട് പോയി. അവിടുത്തെ ജന്മദിന വസന്തം നമുക്ക് ഗംഭീരമാക്കണം. നമുക്ക് ആ മുത്തുനബിയോട് ധാരാളം കടപ്പാടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് അവിടുന്ന് കൊണ്ടുവന്ന ആദർശത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നീട് മഹബത്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നീട് അത് അനുധാവനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സഹോദരങ്ങളെ, ഈ സന്ദേശം നിങ്ങൾ എല്ലാവരിലേക്കും പരമാവധി എത്തിച്ച് ഇന്നത്തെ കിഡ്സ് അസംബ്ലി ഒരു മെഗാ മാസ് അസംബ്ലി ആക്കി മാറ്റാൻ എന്തൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അള്ളാഹ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കുമോ പാടാമോ നബി? പല ആളുകൾ, ഇപ്പൊ പുത്തൻവാദികളായ ആളുകൾ ആരെങ്കിലും നബിതങ്ങളെ പറ്റി വല്ല പാട്ടും പാടും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുത്തൻവാദികളായ ആളുകൾ, ഉൽപ്പതിഷ്ണുക്കളായ ആളുകൾ, നമ്മള് പഴഞ്ചന്മാരും യാഥാസ്ഥികരുമാണെന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും നബിതങ്ങളെ പറ്റി എന്തെങ്കിലും ഒരു മദഹ് പാടുന്ന കേട്ടിട്ടുണ്ടോ? അവർക്ക് അത് ദഹിക്കില്ല, എന്താണാവോ. പക്ഷെ നമ്മൾ ഈ മദഹ് പാടുമ്പോൾ അവർ വിമർശിക്കും. നമുക്ക് സഹോദരങ്ങളെ, നമുക്ക് ഈ മുത്തുനബിയെ പറ്റി പാടാൻ പഠിപ്പിച്ചു തന്നതാരാ? അതിനിപ്പോ ഖുർആനിൽ തെളിവാണോ, ഹദീത്തിൽ തെളിവാണോ? അതൊന്നും വേണ്ട. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ഈ ത്വലാൽ ബദർ എന്ന് പറയുന്ന പാട്ടുണ്ടല്ലോ, ആ പാട്ട് അറിയാത്ത കേൾക്കാത്ത ഏതെങ്കിലും ഒരു മുസ്ലിങ്ങളുണ്ടോ? ഇനി ഏതെങ്കിലും ഒരാളുടെ വായിൽ നിന്ന് ആ വണ്ടി ബാക്കിൽ നിന്ന് വരുന്നൊന്ന് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ അവരൊന്ന് വിളിക്കും. നമ്പറുണ്ടോ? ആരെങ്കിലും നമ്പർ മേടിച്ചിട്ടില്ല? അപ്പോ എന്തോ വേണമെന്നറിയാമാരെ നമ്പർ മേടിച്ചിട്ടില്ല. എന്നാ പെട്ടെന്ന് വിളിച്ചിട്ട് അവരെ വരാൻ പറ. അവർ ബാക്കിൽ നിന്ന് വരട്ടെ, അവർ വഴി നോക്കുന്നവര്. അപ്പൊ നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ
ത്വലഅൽ ബദറു അലൈന എന്ന മനോഹരമായ ഗാനം. ഈ ഗാനം കേൾക്കാത്തൊരു മുസ്ലിമും ലോകത്തില്ല. ഏതെങ്കിലും ഒരു പരിഷ്കരണവാദി ഈ പാട്ട് പാടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ത്വലഅൽ ബദറു അലൈന. ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നിട്ട് എത്ര കൊല്ലായി. എന്നിട്ടും ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ അന്തരംഗങ്ങളിൽ ഒരു പുതുമയുണ്ട്. അത് മുത്തുനബിയുടെ പ്രത്യേകതയാണ്. ആ പുതുമ മാറുന്നേയില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും ലോകത്തിൽ ലൈവാണ്. ചില ആളുകൾ പറയും, ഏറ്റവും കൂടുതൽ ഇന്നും ഈ കാലത്തും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത് നമ്മുടെ മുത്തുനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചില ആളുകൾ പറയും, വേണ്ട, നമ്മൾ മുത്തുനബി ഇങ്ങനെ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ലോകത്ത് ഇതുപോലെ ലൈവായിട്ട് ഇതുപോലെ നിൽക്കണ ഒരാളും ഇല്ല. നിങ്ങൾ നോക്കൂ, അധ്യാപക ദിനം എന്ന് പറയുന്ന ദിനം എന്നുണ്ട്. ഇതിപ്പോ 21-ാം നൂറ്റാണ്ടാണല്ലോ. അധ്യാപക ദിനത്തെ പറ്റി നബി തങ്ങളോട് ചോദിക്കും, എന്താണ് അധ്യാപക ദിനത്തെ പറ്റി പറയാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാറുണ്ട് അധ്യാപക ദിനത്തെ പറ്റി. കാരണം ബുഇത്തു മുഅല്ലിമൻ, ഞാൻ നിയോഗിക്കപ്പെട്ടത് ഒരു മുഅല്ലിമായിട്ടാണെന്ന്. അപ്പോ പിന്നെ മാത്രമല്ല ഇസ്ലാമിൽ മാഷാ അല്ലാഹ് അവർ വന്നല്ലോ അല്ലേ. പോട്ടെ നമ്മൾ പോകും, അവർ പിറകെ വരും. അല്ലെങ്കിൽ ഒരാൾ ഇറങ്ങിയിട്ട് ആ നമ്പർ മേടിച്ചു, ഒരാൾ ഇടയ്ക്ക് വിളിക്കാൻ നിൽക്കണം. അപ്പൊ സഹോദരങ്ങളെ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു അധ്യാപകനാണ്, അവിടുന്ന് ഒരു മുഅല്ലിമാണ്. ഒന്നും അറിയാത്ത ആളുകളെ എങ്ങനെ എന്തൊക്കെ പഠിപ്പിക്കാം, മാത്രമല്ല ഒരു മുഅല്ലിമിനോട് പാലിക്കേണ്ട മര്യാദകൾ എന്താണ് എന്നെല്ലാം ലോകത്ത് പഠിപ്പിച്ചു. അതായത് ഒരു ഗുരു അവിടെ ഇരിക്കുമ്പോൾ ആ ഗുരുവിന്റെ മുന്നിലൂടെ ഒരു ശിഷ്യൻ എന്ത് ചെയ്യാൻ പാടില്ല, മുമ്പിലൂടെ ഇങ്ങനെ നടക്കരുത്, പാസ് ചെയ്ത് പോകരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നോക്കൂ, അതൊക്കെ ആദരവിന്റെ, ഗുരുവിനോടുള്ള ബഹുമാനത്തിന്റെ, ഒരു കുട്ടി ഗുരുവിനോട് പാലിക്കേണ്ട മഹത്വം അവിടെ എത്രത്തോളമാണ് അറിവിന്റെ മഹത്വം എന്ന് ധ്വനിപ്പിക്കുന്നതാണ് ആ ഒരു പരാമർശം പോലും. ഇനി നോക്കൂ, അധ്യാപകന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ഉറക്കെ സംസാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അധ്യാപകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. അതൊക്കെ എത്ര ഡിസിപ്ലിനാണ്. എന്തും അധ്യാപകനോട് ചോദിക്കാം നമുക്ക്, പക്ഷെ അതിനൊക്കെ അധ്യാപകനോട് പാലിക്കേണ്ട മര്യാദ. ഇതിപ്പോ അധ്യാപക ദിനം. ഇനി വായനാ ദിനം എന്ന് പറയുന്ന ഒരു ദിനമുണ്ടല്ലോ നമുക്ക്. വായനാ ദിനത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു നോക്കൂ, അവിടത്തേക്ക് പറയാനുണ്ട്. നമുക്ക് അവതീർണമായ വിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മാഷാ അല്ലാഹ്, ഖുർആൻ ആരംഭിക്കുന്നത് തന്നെ വായിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ തൊഴിലാളി ദിനമുണ്ട്. ഇന്നും തൊഴിലാളി ദിനമുണ്ട്. നോക്കൂ, തൊഴിലാളി അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്, അവൻ പണിയെടുത്ത് അവന്റെ വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് അവന് കൂലി കൊടുത്തിരിക്കണം എന്ന് തൊഴിലാളി ഒരു സദസ്സിൽ എല്ലാവരും വന്ന് നബിതങ്ങളെ മുസാഫഹത്ത് ചെയ്യുന്നു, കൈ പിടിക്കുന്നു, മുത്തുന്നു. എല്ലാവരും വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുസാഫഹത്ത് ചെയ്യുന്നു. മോനെ, അവര് വരട്ടെ, അവര് നമ്മുടെ പിറകെ വരണം. ഓക്കെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും വന്ന് കൈ പിടിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യൻ മാത്രം മാറി നിൽക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അടുത്ത് വിളിക്കുന്നു. അപ്പോ അദ്ദേഹം അടുത്തു വന്നു. എന്താണ് മാറി നിൽക്കുന്നത്? നബിയെ, എന്റെ കൈ പരുക്കൻ കൈയാണ്. അവിടുത്തെ കൈയാണെങ്കിലോ മുത്തുനബിയുടെ കൈകൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്മൂത്തായ, നൈർമല്യമുള്ള, വളരെ പട്ടുപോലെ മാർദ്ദവമായ കൈകളാണ് മുത്തുനബിയുടെ കൈകൾ. അപ്പൊ അങ്ങനെയുള്ള ആ കൈകൾ പണിയെടുത്ത് കഠിനമായി അധ്വാനിച്ച് വളരെ പരുക്കനായ എന്റെ കൈ കൊണ്ട് പിടിക്കാൻ എനിക്കൊരു മടി നബിയെ, ഇത് പറഞ്ഞ് അയാൾ മാറി നിൽക്കുകയാണ്. അന്നേരത്ത് ആദരവായ മുത്തുനബി അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നു, അദ്ദേഹത്തിന്റെ കൈകളിൽ മുത്തുന്നു. മാഷാ അല്ലാഹ്. അപ്പൊ തൊഴിലാളി ദിനം എന്ന് നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നതാണ്. ആ തൊഴിലാളി ദിനത്തെ പറ്റി നോക്കൂ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ എത്ര മനോഹരമാണ്. ഇനിയിപ്പോ വനിതാ ദിനമുണ്ട്, സ്ത്രീകൾക്ക് വേണ്ടി വനിതാ ദിനം ഉണ്ടല്ലോ. ആ വനിതാ ദിനത്തിന്റെ പ്രത്യേകത എന്താ? വനിതാ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് വനിതയായതിന്റെ പേരിൽ, സ്ത്രീ ആയതിന്റെ പേരിൽ കുഴിച്ചുമൂടിയിരുന്നു ആളുകളെ. അങ്ങനെ കുഴിച്ചുമൂടിയിരുന്ന സമൂഹത്തോട് പറഞ്ഞു, നിനക്ക് സ്വർഗം എവിടെയാണെന്നറിയുമോ? നിനക്ക് സ്വർഗം എവിടെയാണ്? അൽ ജന്നതു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. നിന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് നിനക്ക് സ്വർഗം
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇന്ന് അതാണ് പറഞ്ഞത്, ലൈവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിലനിൽക്കുന്നു. അത് നമ്മുടെ മുത്തുനബിയുടെ പ്രത്യേകതയാണ്. ഇന്ന് ആധുനിക ലോകത്ത് നമ്മൾ കൊണ്ടാടുന്ന ദിനങ്ങൾ പോലും ആ ദിനങ്ങൾ ഇപ്പൊ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ജലവുമായി ബന്ധപ്പെട്ടൊരു ദിനമുണ്ടെങ്കിൽ ആ ജലം നമ്മൾ ഒരിക്കലും പാഴാക്കരുത്. അത് അമൂല്യമാണ്. നിങ്ങൾ നദിയിൽ നിന്ന് ഒളു എടുക്കുകയാണ്, അംഗസ്നാനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അമിതം പ്രവർത്തിക്കരുതെന്ന് പഠിപ്പിച്ചു. അതായത് ജലം അത് അമിതം, അങ്ങനെ ഏതേതു മേഖലകൾ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ പോലും അവിടെ എല്ലാം മുത്തുനബിയുടെ അധ്യാപനങ്ങളുണ്ട്. അവിടുന്ന് ജന്മം കൊണ്ടിട്ട് 1500 വർഷങ്ങൾ പിന്നിട്ടു. ഇന്നും ഈ ആധുനിക ലോകത്തിലും അവിടുത്തെ അധ്യാപനങ്ങൾ സൂര്യപ്രകാശം പോലെ കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. വിമർശകന്മാർക്ക് ആ പ്രകാശം കണ്ടിട്ടാണ് എല്ലാരും വരണത്. എത്രയോ മത നേതാക്കന്മാര് കടന്നുപോയി. അവരുടെ അന്നും പിന്നാലെ ആരും ബൈക്കെടുത്ത് സ്കൂട്ടർ എടുത്ത് വണ്ടിയായിട്ട് പോണില്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നാലെ അവർ പോകാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്താണ്? നിങ്ങൾക്കറിയാം, നല്ല മാവുള്ള മാവിലാണ് ഏറ് വരിക, കല്ല് വരിക, കല്ലേറ് വരിക എന്നതുപോലെ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നും ജ്വലിച്ചു നിൽക്കുന്നു. അവിടുത്തെ 1500ാമത് ജന്മദിന വസന്തത്തോടനുബന്ധിച്ച് അൽഹംദുലില്ലാഹ് കൊല്ലം ഖാദിസിയ ത്വയ്ബ സെന്റർ ഈ വരുന്ന ഓഗസ്റ്റ് 30, 31 തീയതികളിൽ ഇന്റർനാഷണൽ സമ്മേളനം നടത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ എക്സ്പെഡിഷൻ പ്രോഗ്രാം 29ാം തീയതി ഫാറൂഖ് നഈമി ഉസ്താദിന്റെ പ്രോഗ്രാം നടക്കുന്നു. എല്ലാ സഹോദരങ്ങളും ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് ഇത് പരമാവധി ഈ സന്ദേശം എത്തിക്കുക. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്ന് കിഡ്സ് അസംബ്ലി നടക്കുന്നു. 1500 കുരുന്നുകൾ ത്വലഅൽ ബദ്റു എന്ന മനോഹരമായ ഗാനം ചൊല്ലി അള്ളാഹുവിൻ റസൂലിന്റെ ആ ജന്മദിനത്തെ വരവേൽക്കുന്ന മനോഹരമായ രംഗം ഇന്ന് കൊല്ലം കൊട്ടിയം ഖാദിസിയ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നു. അതിലേക്ക് നിങ്ങൾ ഈ പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിച്ച് നമ്മളെല്ലാവരും ആ കിഡ്സ് അസംബ്ലിയിലേക്ക് എത്തിച്ചേരുക. എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്റെ ലൈവ് ഒരല്പം നീണ്ടുപോയി, നിങ്ങൾ സദയം ക്ഷമിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എല്ലാം ഈ സന്ദേശം എത്തിക്കുക. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഇതൊക്കെ ഒരു സബബാക്കി കാരണമാക്കി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് ഏറ്റവും സന്തോഷമുള്ള നേതാവാണ് മുത്തുനബി. അതുകൊണ്ടാണ് നമുക്ക് റബീഉൽ അവ്വൽ വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? സ്വന്തം ഈ ചില ആളുകൾ പറയും ഇതിനൊക്കെ തെളിവുണ്ടോ, ഇതിന് എവിടെ കിതാബിലെ തെളിവ്, ഖുർആനിലെ തെളിവ്, ഹദീസ് തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവന്റെയൊക്കെ മക്കളെ കല്യാണം വരുമ്പോ മോന്റെ കല്യാണത്തിന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്? അതിനൊന്നും ഒരു തെളിവും വേണ്ട, അതിന് ആർക്കും ഒരിടത്തും ഒന്നും വേണ്ട. നമുക്ക് മുത്തുനബിയുടെ സന്തോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില ആഘോഷങ്ങൾ, അതും ഇസ്ലാമിൽ അനുവദനീയമായത്, ചിലപ്പോൾ ഒരുപക്ഷെ പല സ്ഥലങ്ങളിലും ഇസ്ലാമികമല്ലാത്ത ആഘോഷങ്ങൾ നബിദിനത്തിന്റെ പേരിൽ പലരും ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല, അതിനൊരിക്കലും ഇസ്ലാം ഉത്തരവാദിയല്ല. അതിന് ഒരിക്കലും നമ്മുടെ ഉലമാക്കൾ ആരും, ശൈഖുനാ സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദ് അടക്കമുള്ള അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ, അങ്ങനെയുള്ള ഒരു MA ഉസ്താദ് അബ്ദുൽ ഖാദിർ മുസ്ലിം വഫാത്തായി പോയി, അള്ളാഹു അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. താജുൽ ഉലമാ ഉള്ളാൾ തങ്ങൾ ഉസ്താദ് അള്ളാഹു അവിടുത്തെ പദവി ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അങ്ങനെ മഹാരഥന്മാരായ ഒരൊറ്റ ഉസ്താദും അത് പഠിപ്പിച്ചിട്ടില്ല. ആഭാസങ്ങൾ കാണിക്കാൻ, മ്യൂസിക്കുള്ള പാട്ടുവിട്ട് ഡാൻസ് കളിച്ച് തെരുവിന്റെ കവലകളിൽ ബ്ലോക്ക് ചെയ്ത്, അതല്ലെങ്കിൽ അങ്ങനത്തെ നബിദിനത്തിന്റെ പേരിൽ ഇസ്ലാം, അതായത് ഏറ്റവും വലിയ ഇസ്ലാമിക മാനം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ്. ഏറ്റവും ചെറുതായ വെർഷൻ എന്താ? ഒരാൾ നടന്നു പോകുന്നു, ആ നടന്നു പോകുന്ന വഴിയിൽ ഒരു മാർഗ തടസ്സം കണ്ടാൽ ആ മാർഗ തടസ്സം നീക്കലാണ് ഏറ്റവും വലിയ ഇസ്ലാം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള വലിയ റോഡുകൾ ബ്ലോക്കാക്കി ഡാൻസ് കളിച്ച് മ്യൂസിക് ഇട്ട് ചില ആളുകളൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ടാണ്. അതൊന്നും ഇസ്ലാമികമല്ല. പക്ഷേ നല്ല മൗലിദ് ചൊല്ലി, നല്ല ബുറുദ ചൊല്ലി, മുത്തുനബിയുടെ അനുസ്മരണങ്ങൾ പറഞ്ഞ് തെരുവായ തെരുവുകളിൽ പോയി നബിതങ്ങളെ പറ്റി വാതോരാതെ എല്ലാവരോടും പറഞ്ഞ്, നമ്മുടെ മുത്തുനബി നമുക്ക് മാത്രമുള്ള മുത്തുനബിയല്ല. ഖുർആൻ പറഞ്ഞത് എന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്, ലോകത്തിന് മുഴുവനും. അപ്പൊ ചോദിക്കും, നിങ്ങൾ ഇസ്ലാമിലേക്ക് ആളെ കൂട്ടാനുള്ള പരിപാടിയാണോ ചെയ്യുന്നതെന്ന്? അങ്ങനെയൊന്നുമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ ദീനിൽ ബലപ്രയോഗമൊന്നുമില്ല. പക്ഷേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി എല്ലാവർക്കും ആ സന്ദേശം അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നമുക്ക് പരമാവധി ചെയ്യാനുള്ള എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറക്കണ്ട, ഇന്ന് കിഡ്സ് അസംബ്ലിയാണ്. വൈകുന്നേരം 3 മണിയോടുകൂടി ഖാദിസിയ ക്യാമ്പസിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ചെറിയ മക്കളെയുമായിട്ട് എത്തിച്ചേരുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് ഷാനിഫ്, അമീർ അലി സഖാഫി, ഉമ്മ മുഹമ്മദ് ഉമ്മ, റഫീഖ് മാമ്പാടി, ഇർഷാദ് അബ്ദുൾ റഷീദ്, ഫിറോസ്,
PDAക്കൽ, അമീർ അലി സഖാഫി, നബീസ് മുണ്ടൂർ, ഷറഫുദ്ദീൻ, അമീർ അലി, അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും വളരെ സന്തോഷം. മുഹമ്മദ് സുഹൈൽ ജോഹരി വന്നു, ആസിഫ് അബൂബക്കർ മലൈബാരി വന്നു, മാഷാ അള്ളാഹ്, സമീർ എണ്ണം വന്നു, ഖദീജ ഹസൻ വന്നു, ജാഫർ വന്നു, ഇർഷാദ് വന്നു, ഷീജ വന്നു, അബു ഫിദ വന്നു, അബ്ദുൽ അസീസ് വന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ വന്നു. എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. സദീർക്ക വിളഭാഗം വന്നു, മാഷാ അള്ളാഹ്. സദീർക്ക സുഖാണോ? എല്ലാവർക്കും അള്ളാഹു സന്തോഷങ്ങൾ നൽകട്ടെ. ഇൻഷാ അള്ളാഹ് ലൈവ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് കിഡ്സ് അസംബ്ലിയാണ്. ഏവർക്കും സ്വാഗതം.